അരുണിമ, കേരള രാഷ്ട്രീയത്തിൽ മാറാത്തൊരു കാര്യമുണ്ട്. അത് UDF പാർട്ടിക്കുള്ളിൽ തന്നെ നടത്തുന്ന തമ്മിലടിയാണ്. ഇപ്പോ കൊച്ചിയിലും തൃശ്ശൂരിലൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. മേയർ കസേരയ്ക്ക് വേണ്ടി അവിടെ തമ്മിലടിയാണ്. എന്താണ് തോന്നുന്നത്? എന്ത് പറയുന്നതാണ് ശ്രീജിത, നമുക്ക് കോൺഗ്രസിന്റെ കാര്യം അല്ലെങ്കിൽ UDFന്റെ കാര്യം പറയുമ്പോൾ അവര് എന്താ പറയുക, ഒരു നിലപാടുമില്ല, നിലവാരം ഇല്ലാത്തൊരവസ്ഥയാണ്. അവരെ പറ്റി നമ്മൾ പ്രത്യേകിച്ച് ചർച്ച ചെയ്യാത്തതാണ് നല്ലത്. എങ്കിൽ കൂടി ഇപ്പൊ ഈ പറഞ്ഞ പോലെ തൃശ്ശൂരെയും കൊച്ചിയിലേക്ക് അവസ്ഥ കാണുമ്പോൾ പറയാതിരിക്കാനും പറ്റുന്നില്ല. നമുക്ക് സംഭവം പറഞ്ഞുകൊണ്ട്, അതായത് എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞുകൊണ്ട് തന്നെ കാര്യങ്ങളിലേക്ക് കടക്കാം. തൃശ്ശൂർ നോക്കുമ്പോൾ ലാലി ജെയിംസിനെ എന്താ പറയാ, പണത്തിന്റെ പേരിൽ അവിടെ കസേര വേറൊരാൾക്ക് കൈമാറുകയാണ്. നിജി ജസ്റ്റിൻ അങ്ങനെ എന്താണെന്ന് തോന്നുന്നു അവരുടെ പേര്. ഇനി കൊച്ചിയിലേക്ക് വരുമ്പോൾ നമ്മുടെ ദീപ്തി മേരി വർഗീസ് ആണ് മേയർ സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിച്ചത്. അങ്ങനെയാണ് ജനങ്ങളുടെ അടുത്ത് വോട്ട് അവർ പിടിച്ചെടുത്തതും. ദീപ്തി മേരി വർഗീസ് എന്ന് പറയുമ്പോൾ ചാനൽ ചർച്ചകളിലൊക്കെ കോൺഗ്രസിന് വേണ്ടി അത്രത്തോളം ഊർജ്ജസ്വലയിൽ നിന്നുള്ള ഒരു സ്ത്രീയാണ്. ഭയങ്കര പാർട്ടിക്ക് വേണ്ടി അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുള്ള ഒരാളാണ്. കാരണം ഇന്നത്തെ കാലത്ത് നമ്മുടെ കോൺഗ്രസിലൊക്കെ ഇതുപോലെ ഒരാള്, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. കോൺഗ്രസിലേക്ക് പോകാൻ പലരും മടിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഉശിരുള്ള വനിതകളെയൊക്കെ വെട്ടിമാറ്റിക്കൊണ്ട് ഇതേ സീറ്റ് ഗ്രൂപ്പുകളിന്റെ പേരിൽ VD സതീശൻ മുൻനിർത്തി വേറൊരാളെ ഏൽപ്പിക്കുന്നു, അല്ലെങ്കിൽ വേറൊരാളിലേക്ക് തട്ടി മാറ്റുന്നു. നമ്മൾക്ക് ഈ ഒരു അവസ്ഥയെ പറ്റി നമുക്ക് അത്ഭുതം തോന്നില്ല ഇത് കാണുമ്പോൾ. കാരണം കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഈ സീറ്റിന് വേണ്ടിയിട്ടുള്ള തമ്മിലടി തന്നെയാണ്. സംസ്ഥാന തലത്തിലാണെങ്കിലും കേന്ദ്ര തലത്തിലാണെങ്കിലും എല്ലാം ഒന്നെങ്കിൽ കുടുംബ ഭരണം അല്ലെങ്കിൽ ഇതുപോലെ ഗ്രൂപ്പുകളി, ഇതാണ് അവരുടെ സ്ഥിരം പല്ലവി. അപ്പോ ഇത് എന്ത് പറയാനാണ് നമുക്ക്. കൂടാതെ ഇപ്പൊ ഇനി നമുക്ക് സംസ്ഥാന തലത്തിലേക്ക് വരാം. നിയമസഭ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. എന്നാലും നിയമസഭാ ഇലക്ഷനും ഇതേ കാര്യം നമ്മൾ ഇനി കാണേണ്ടി വരും. ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റാൻ പറ്റുമായിരിക്കാം, അത് കോൺഗ്രസിന്റെ കഴിവൊന്നുമല്ല, അങ്ങനെ ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല. അവരുടെ കഴിവുകേട് കൊണ്ട് കിട്ടുന്ന കുറച്ച് വോട്ടുകളാണ്. പക്ഷെ എങ്ങനെ അവർ ഈ നിയമസഭയിൽ സീറ്റ് പിടിച്ചാൽ, അല്ലെങ്കിൽ നിയമസഭയിൽ അവർക്ക് ഭൂരിപക്ഷം നേടിയെടുക്കാനായാൽ, ഈ 3ാം തവണയെങ്കിലും അവർക്ക് അധികാരം കയ്യിൽ കിട്ടിയാൽ, നമ്മുടെ KC വേണുഗോപാൽ ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പറന്നങ്ങ് വരും. അദ്ദേഹത്തിന്റെ ഇരിപ്പിടം ഡൽഹിയിലാണെങ്കിൽ കൂടി കണ്ണ് കേരളത്തിലെ മുഖ്യമന്ത്രി കസേരയാണ്. കിട്ടിയാൽ കിട്ടി. അത് കാരണം അതിനു വേണ്ടിയിട്ടാണ് സോണിയാഗാന്ധിന്റെ ഒക്കെ വാലും ഒക്കെ പിടിച്ച് നടക്കുന്നത്. ഇനി നമുക്ക് VD സതീശനിലേക്ക് വന്നാൽ, അദ്ദേഹം പണ്ടേ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയിട്ട് വീണ് കിടക്കുന്ന ഒരാളാണ്. പിന്നെ ചെന്നിത്തല, സുധാകരൻ സാറിന്റെ കാര്യം എങ്ങനെയാണെന്ന് അറിയില്ല. അദ്ദേഹം ഇനിയിപ്പോ പാർട്ടിയിലേക്ക് ഒരു ശക്തമായിട്ടുള്ള തിരിച്ചുവരവ് നടത്തുമോ എന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഈ VD സതീശൻ, അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല, KC, സണ്ണി ജോസഫ്, ഇവരൊക്കെ തമ്മിൽ ഇനി ഒരു തമ്മിലടി നമ്മൾ കാണാനിരിക്കുകയാണ്. അതിന്റെ ഒരു ട്രെയിലർ എന്ന് മാത്രമേ നമുക്ക് കൊച്ചി തൃശ്ശൂർ സംഭവത്തെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. ഇനി വരാതിരിക്കുന്നത് പറയുന്നത് പോലെ തന്നെ വലിയ വലിയ അടികളാണ്. ഇപ്പൊ കൊച്ചിയിലാണെങ്കിലും തൃശ്ശൂരിലാണെങ്കിലും അവിടുത്തെ ജനങ്ങൾ UDF വികസനം കൊണ്ടുവരുന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് അവർക്ക് വോട്ട് ചെയ്തത്. പക്ഷെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയല്ലേ അവിടെ. ശ്രീത, ഈ പറഞ്ഞതിൽ ചെറിയൊരു തെറ്റുണ്ട്. അതായത് ഒരിക്കലും അവര് വികസനം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഭരണവിരുദ്ധ വികാരത്തിൽ നിന്ന്, ഈ LDFന്റെ കൊള്ളരുതായ്മകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അവര് സത്യം പറഞ്ഞാൽ ഈ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നത്. അല്ലാതെ അവരിൽ പ്രതീക്ഷ വെച്ചിട്ടോ അല്ലെങ്കിൽ അവരിൽ ഒരു ആശ്വാസം കണ്ടെത്താൻ വേണ്ടിയിട്ടോ അല്ല. BJP കേരളത്തിലെ ശക്തി പ്രാപിച്ചു വരുന്നേ ഉള്ളൂ. അപ്പൊ BJPയിലേക്ക് വോട്ട് ശതമാനം കൂടിയിട്ടുണ്ട്. ഒരു വിഭാഗം ആൾക്കാർ BJPയെ പ്രതീക്ഷിച്ചുകൊണ്ട് വോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഭൂരിഭാഗം ആൾക്കാരും കോൺഗ്രസിൽ കുത്തുന്നത് ഈ ഒരു മറ്റൊരു ഓപ്ഷൻ വേറെ ഇല്ലാത്തത് കൊണ്ടാണ്. നോട്ടയ്ക്ക് കുത്തിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പോ അതാണ് സത്യത്തില് കോൺഗ്രസിന് കിട്ടുന്ന വോട്ടിന്റെ എന്താ പറയുക, ഇതിവൃത്തം എന്ന് പറയുന്നത് ഇതാണ് സംഭവം. ഇനി വികസനം അവരിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കാനാണ്? കാരണം കേരളം ഇത്രയും കൊല്ലം ഭരിച്ചത് ഇവരും ഈ LDFും UDFും മാറി മാറി ഭരിച്ചിട്ട് എന്ത് വികസനമാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്? യാതൊരു വികസനം അവരുണ്ടാക്കിയിട്ടില്ല. അപ്പൊ വികസനത്തിനെ പറ്റി പറയാനാണെങ്കിൽ LDFനെയും UDFനെയും നമുക്ക് ചിത്രത്തിലേക്ക് കൊണ്ടുവരാൻ പോലും സാധിക്കില്ല. ഇനി BJP മാത്രമാണ് സത്യം പറഞ്ഞാൽ വികസനം എന്താണെന്ന് നമുക്ക് മലയാളികൾക്ക് എന്നല്ല ഇന്ത്യക്ക് മൊത്തം മനസ്സിലാക്കി തന്ന അവരാണ്. എത്രത്തോളം ഇൻഫ്ലേഷൻ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു, അതുപോലെ തന്നെ കള്ളനോട്ടുകളുടെ കാര്യങ്ങളാണെങ്കിലും, പിന്നെ വികസനം, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്സ്, അതെല്ലാത്തിന്റെ കാര്യം എടുത്തോങ്കിലും എന്തിന് ലോകത്തിന് മുന്നിൽ ഇന്ന് ഭാരതത്തിന് ഒരു ഫേസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭാരതം ഇങ്ങനെ തലയുയർത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരേ ഒരു കാരണം BJP ആണ്. അത് കേരളത്തിലെ വളരെ ചുരുക്കം ജനങ്ങളാണ് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ചിലർക്ക് അത് ചില ഡൗട്ട് ഉണ്ട്. അതായത് ഇതൊരു വർഗീയ പാർട്ടി തന്നെയാണോ, BJP-കാരനാണെന്ന് പറയുന്നത് ഇപ്പോഴും ചില ആളുകൾക്ക് അത് പറയാൻ, തുറന്ന് സമ്മതിക്കാനുള്ള ധൈര്യം ഇപ്പൊ കിട്ടിയിട്ടില്ല. വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ അതിനുള്ള ഒരു ധൈര്യം ഇപ്പൊ ഉണ്ടായിട്ടുള്ളൂ.
അപ്പോ ആ ഒരു ധൈര്യം ഉണ്ടായി വരുന്ന ആ ഒരു സമയം വരെ കോൺഗ്രസും LDF ഇവിടെ മുന്നോട്ട് പോകും, അതുവരെ പോകും. അതായത് അരികെ പിടിച്ച് ഇങ്ങനെ പോകും. കേരളത്തിലെ ജനങ്ങളെ ചെറിയൊരു വിഭാഗത്തിന് ഇപ്പോഴും ഒരു വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വേറൊരു കാര്യം പറയാം. അതായത് ഇവരൊക്കെ BJPന്റെ വലിയ കാര്യത്തില് വർഗീയ പാർട്ടിയാണ്, അവര് വർഗീയത വിറ്റ് ജീവിക്കുന്നവരാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഈ കോൺഗ്രസ് അല്ലെങ്കിൽ UDF ഇപ്പൊ നിലനിന്ന് പോകുന്നത് എന്തുകൊണ്ടാണ്? മുസ്ലിം ലീഗ് എന്ന പാർട്ടി ഉള്ളത് കൊണ്ട് മാത്രമാണ്, മുസ്ലിം ലീഗിന്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് പാണക്കാട് തങ്ങളുടെയൊക്കെ ആ ഒരു അതാണ് സത്യം പറഞ്ഞ ഇന്നത്തെ UDFന്റെ നട്ടല്. മുസ്ലിം ലീഗിന് വോട്ട് ഇല്ലെങ്കിൽ കേരളത്തിൽ UDF ഇല്ല. അവർ ഈ ചിത്രത്തില് കേരളത്തിലെ രാഷ്ട്രീയ ചിത്രത്തിലെ UDF ഉണ്ടാകില്ല. LDF ആണെങ്കിലും നമ്മുടെ SNDPന്റെ അദ്ദേഹത്തെയൊക്കെ കാറിലിരുത്തി നമ്മുടെ മുഖ്യമന്ത്രി പോയതെല്ലാം നമ്മൾ കണ്ടതാണല്ലോ. സമുദായ നേതാക്കന്മാരുടെ അവരുടെ സപ്പോർട്ട് പിടിച്ചിട്ടാണ് LDF പോകുന്നത്. ഇവിടെ ജാതിയും മതവും വിറ്റിട്ട് തന്നെയാണ് സകല രാഷ്ട്രീയക്കാരും മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇനി നമ്മൾ UDFിലേക്ക് നമ്മുടെ BJPയിലേക്ക് തിരിച്ചു വരുമ്പോ വർഗീയത എന്ന് പറയുന്നത് BJP ഒരിക്കലും എവിടെയും പറഞ്ഞിട്ടില്ല. അത് പറയാൻ പറ്റുന്നവർ തെളിയിച്ച് കാണിക്കട്ടെ. അവര് പറയുന്നത് വികസനം കൊണ്ടുവരും, കേരളത്തിലെ വികസനം, കേരളത്തിന് എന്താണ് വികസനം എന്ന് അവർ പഠിപ്പിച്ചു തരും, എന്താണെന്ന് കാണിച്ചു തരുമെന്നാണ്. ഇന്ന് നമുക്ക് തിരുവനന്തപുരത്തേക്ക് നമുക്ക് അടുത്ത 5 വർഷത്തിനുള്ളിൽ തിരുവനന്തപുരം നഗരസഭയുടെ മുഖം മാറ്റുമ്പോൾ, അതിന്റെ ചിത്രം മാറ്റുമ്പോൾ നമുക്ക് മനസ്സിലാകും BJP വന്നാൽ ഇവിടെ എന്ത് സംഭവിക്കുമെന്ന്. ഒരു സുവർണ അവസരമല്ല അവർക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു പുതിയ ചരിത്രം കുറിച്ചിരിക്കുമ്പോൾ അവരെന്ത് തന്നെയാണ് ഈ അവസരം നല്ല രീതിയിൽ വിനിയോഗിക്കും. കേരളത്തിലെ ജനങ്ങൾക്ക് അവർ പഠിപ്പിച്ചു തരും എങ്ങനെ ഭരിക്കാം, എങ്ങനെയാണ് ഭരണം നടത്തേണ്ടത്. ഒരു കഴിവുറ്റ ഭരണ നേതൃത്വം ഉണ്ടെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഇവിടെ സംഭവിക്കുമെന്ന് തിരുവനന്തപുരത്ത് നിന്ന് അവർ കാണിച്ചു തരും. തിരുവനന്തപുരത്ത് എന്തൊക്കെയാണ് അവിടുത്തെ പ്രശ്നങ്ങൾ നമ്മൾ ഇഷ്ടംപോലെ തവണ പറഞ്ഞത്. മാലിന്യ നിർമ്മാർജ്ജനം, പിന്നെ റോഡുകൾ നല്ലതില്ല, പിന്നെ അവിടെ തെരുവുനായ ശല്യം രൂക്ഷമാണ്. അവിടെ നല്ലൊരു സ്മാർട്ട് സിറ്റി പദ്ധതിക്കുള്ള ഫണ്ട് അവിടെ കിട്ടിയിട്ട് പോലും അതൊന്നും അവർ വിനിയോഗിച്ചിട്ടില്ല. കേന്ദ്രത്തിന്റെ ഫണ്ട് അടിച്ചു മാറ്റിയിട്ടുള്ള കുറച്ച് പരിപാടികളല്ലാതെ അവിടെ ഒന്നും നടന്നിട്ടില്ല. നമ്മുടെ തലസ്ഥാന നഗരിയാണ് തിരുവനന്തപുരം എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റില്ല. അവിടെ വേറെ ഒന്നുമില്ല. ഇഷ്ടംപോലെ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രവും അങ്ങനെ ഒരുപാട് ഭക്തി ടൂറിസം അങ്ങനെ ഒരുപാട് കൊണ്ടുവരാനുള്ള മാറ്റങ്ങളുണ്ട്. ടൂറിസത്തിനെയൊന്നും അവിടെ വിനിയോഗിച്ചിട്ടേ ഇല്ല. നമ്മുടെ ഈ 2 മുന്നണികളും LDF ആയിക്കോട്ടെ UDF ആയിക്കോട്ടെ ഇലക്ഷൻ വരുമ്പോ എന്തെങ്കിലും വാഗ്ദാനങ്ങൾ ഒരുപാട് കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ വാഗ്ദാനങ്ങൾ, കഴിഞ്ഞ ഇലക്ഷൻ അവർ ഉയർത്തിപ്പിടിച്ച അതേ വാഗ്ദാനങ്ങൾ തന്നെ ഇപ്പോഴും കൊണ്ടുവരുന്നു. അല്ലാതെ അവർ വാഗ്ദാനങ്ങൾ വിറ്റ് വോട്ട് പിടിക്കുകയല്ലാതെ, അല്ലെങ്കിൽ കുറച്ച് പെൻഷൻ ഓഫർ ചെയ്ത് ജനങ്ങളിൽ നിന്നും വോട്ട് പിടിക്കുകയല്ലാതെ അവർക്ക് വേറെ ഒന്നും പറയാനും ഇല്ല, ചെയ്യാൻ അറിയുകയുമില്ല. യാതൊരു വിദ്യാഭ്യാസവും ഇല്ലാത്ത വെറും ഗുണ്ടായുസം കളിച്ച് നടക്കുന്ന നേതാക്കന്മാരെ കൊണ്ട് ഇവിടെ ഭരിച്ചിട്ട് ഇവരെന്ത് മാറ്റമാണ് നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്? ഇത്രയും കാലത്തിനിടയ്ക്ക് ഇന്ത്യയിലെ ഏറ്റവും GDPയിൽ ഏറ്റവും താഴ്ന്നു നിൽക്കുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം. നമ്മുടെ കേരളത്തിന്റെ വരുമാന മാർഗം എന്താണ്? ലോട്ടറിയും ബെബ്കോയും, അല്ലാതെ വേറെ എന്തെങ്കിലും ഇവിടെ വരുമാന മാർഗമായിട്ടുണ്ടോ? KSRTCന്റെ നഷ്ടക്കണക്കുകളൊന്നും നമ്മൾ ഇനിയും പറയാത്തതാണെന്നുള്ളത് പറഞ്ഞെന്നും വായിലെ വെള്ളം വറ്റിക്കുക എന്നല്ലാതെ നമ്മുടെ കേരളത്തില് ഇവർ ഇത്രയും കൊല്ലം ഭരിച്ചിട്ട് ഒരു നേട്ടങ്ങളും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോ UDFനെ കുറിച്ച് നമുക്ക് തിരിച്ചു വരാം. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒരുപാട് കാട് കയറിയെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും UDFിലേക്ക് തിരിച്ചു വരുമ്പോൾ അവർക്ക് ഇവിടെ പ്രത്യേകിച്ച് ഇനിയൊന്നും ചെയ്യാനില്ല. ഭരണവിരുദ്ധ വികാരം കൊണ്ട് എങ്ങാനും ഇനി നിയമസഭാ ഇലക്ഷൻ പിടിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ ഈ ഞാൻ മുമ്പ് പറഞ്ഞ നേതാക്കന്മാരുടെ തമ്മിൽ തല്ല് നമുക്ക് കാണാൻ സാധിക്കും. ഇനി അവര് നമുക്ക് പറയാൻ പറ്റും, ചിലപ്പോൾ റോഡിലിറങ്ങി തല്ല് ഉണ്ടാക്കിയേക്കെന്ന് വരാം. അല്ലെങ്കിൽ നമ്മുടെ കേന്ദ്ര നേതൃത്വം ഇടപെട്ട്, അതായത് സോണിയാഗാന്ധി അല്ലെങ്കിൽ നമ്മുടെ കേന്ദ്ര നേതൃത്വം ഇടപെട്ട് സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എന്നീ പറയുന്ന കോൺഗ്രസിന്റെ കിരീടം വെക്കാത്ത രാജാക്കന്മാർ രംഗത്തേക്ക് ഇറങ്ങിക്കൊണ്ട് KC ഭരിച്ചോട്ടെ എന്ന് അവരങ്ങ് പറയും. അപ്പൊ KC ആയിരിക്കും മിക്കവാറും അടുത്ത മുഖ്യമന്ത്രി. അപ്പൊ KCയുടെ വക ഇനി കുറച്ച് 5 കൊല്ലം നമ്മൾ ഇതേ പല്ലവി തന്നെ കേൾക്കണം. ഒരുപാട് അഴിമതി കഥകൾ വരും. പണ്ട് സോളാർ ആയിരുന്നെങ്കിൽ ഇനി പുതിയ ഐസ്ക്രീം പാർലർ കഴിഞ്ഞ് ഇനി പുതിയ അഴിമതി കഥകൾ കേരളം കേൾക്കും. ഒരുപാട് കട്ടുമുടിക്കാൻ ഇവിടെ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ കടം വീണ്ടും ഇരട്ടിക്കിരട്ടിയായിട്ട് വർദ്ധിക്കും. പിന്നെ ഒരുപാട് ചിലപ്പോൾ കുറച്ച് 2-3 ഇലക്ഷൻ ആവാൻ നേരത്ത് വീണ്ടും 2-3 റോഡുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കെട്ടിടം പണിഞ്ഞുകൊണ്ട് ഞങ്ങൾ വികസനം കൊണ്ടുവന്നു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരും. അല്ലാതെ കേരളത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ഇവരെ ആര് ഭരിച്ചാലും ഉണ്ടാകാൻ പോകുന്നില്ല. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് സംഭാവന ചെയ്യാൻ കേരളത്തിന്റെ ഭാഗത്ത് നിന്നൊന്നും ഉണ്ടാകാനും പോകുന്നില്ല ഇവര് ഭരിച്ചാൽ എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോഴേക്കെങ്കിലും പ്രബുദ്ധ കേരളത്തിലെ ജനങ്ങൾക്ക് ഇനി എങ്ങാനും ബുദ്ധി വെച്ചാൽ, അവര് മനസ്സിലാക്കിയാൽ എങ്ങനെയാണ് ഭരിക്കേണ്ടതെന്ന് തിരുവനന്തപുരത്തെ കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ കേരളം മാറും, തീർച്ചയായും മാറും. അതിൽ യാതൊരു സംശയവുമില്ല.
ഉത്തർപ്രദേശിന്റെയൊക്കെ ഒരു 10 കൊല്ലം മുമ്പുള്ള കണക്കുകളൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും എങ്ങനെ കടന്നൊരു സംസ്ഥാനം ഇന്ന് ഇത്രത്തോളം മാറിയെന്ന്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരുമാനം കൊടുക്കുന്ന സംസ്ഥാനമാണ് യു പി. എല്ലാവരും നമ്മുടെ യു പി ഒക്കെ അയ്യോ നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ താരതമ്യമൊക്കെ വെക്കുന്ന കാണാറില്ലേ? എന്താ അവർ ഈ പൊട്ടക്കണച്ചിലെ തവളകളാണ്. അവർ കേരളത്തിന് പുറത്തേക്ക് പോയവരാരും അതേപറ്റി സംസാരിക്കില്ല. പിന്നെ നമ്മുടെ നരേന്ദ്രമോദിജി 10-15 കൊല്ലം ഭരിച്ച ഗുജറാത്ത്, ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് രാഷ്ട്രീയ നേതാക്കൾ അങ്ങ് ഗുജറാത്തിലേക്കാണ് പോകുന്നത്. എന്തിന്? അവിടുത്തെ വിദ്യാഭ്യാസ മോഡൽ പഠിക്കാൻ, വികസന മോഡൽ പഠിക്കാൻ, അവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് പഠിക്കാൻ വേണ്ടി കേരളത്തിലെ നമ്മുടെ മന്ത്രിമാര് അങ്ങോട്ടേക്കാണ് പോകുന്നത്. പഠിച്ചിട്ടൊന്നുമില്ല, കാരണം തലയ്ക്കകത്ത് വല്ലതും ഉള്ളവർക്കല്ലേ ഇതൊക്കെ കണ്ട് പഠിക്കാനും മനസ്സിലാക്കാനും. പിന്നെ ചിലരുണ്ടാകാം തലയ്ക്കകത്ത് ആൾതാമസമുള്ളവരുണ്ടാകാം, പക്ഷെ അവർക്ക് പോക്കറ്റിലേക്ക് പണം പോക്കറ്റ് വീർപ്പിച്ചിട്ട് അവർക്ക് സമയം ബാക്കിയില്ല. അവരുടെ കുടുംബം നന്നാക്കിയിട്ട് സമയം ബാക്കിയില്ല. എന്നിട്ടല്ലേ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് നമ്മളെയൊക്കെ നോക്കാൻ അവർക്ക് നേരം ഉണ്ടാവുള്ളൂ. അപ്പോ അതൊക്കെയാണ് ഇവിടുത്തെ കേരളത്തിന്റെ പ്രശ്നമെന്നല്ല, കേരളത്തിന്റെ പൊതു സ്വഭാവം. അല്ലെങ്കിൽ കേരളം എന്ന് പറഞ്ഞാൽ ഇതാണ് ഇവിടെ അവസ്ഥ. അപ്പോ അല്ലാതെ ഇവിടുത്തെ ജനങ്ങള് ഇതൊക്കെ കണ്ടുപഠിക്കണം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഇവർ പറഞ്ഞ് പറ്റിച്ചിരിക്കുകയാണ്. ഇത് വർഗീയതയാണ്, മതം വിഷമാണ് എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചിരിക്കുകയാണ്. അപ്പൊ ഇവർക്ക് കുറച്ചു നാളും കൂടി ഇങ്ങനെ വിറ്റ് പോകാം, ഇതൊക്കെ വിറ്റ് ജീവിക്കാം, മുന്നോട്ട് പോകാം UDF-ന് എഴുതിയവരും. ഇനി അവർ നന്നാവുന്ന കാലം എന്നാണെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കണ്ടറിയാം. UDF എന്തായാലും ഇനി നന്നാവാനൊന്നും പോകുന്നില്ല. അവരിങ്ങനെ തമ്മിത്തല്ലി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഇവിടെ തൃശ്ശൂരും കൊച്ചിയിലും മാത്രമല്ല, കേരളത്തിലെ 14 ജില്ലകളിലുള്ള കോൺഗ്രസിന്റെ അവസ്ഥ ഇത് തന്നെയാണ്.